എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് മുരിങ്ങക്കായ ഇട്ട നാളികേരം ചേർക്കാത്ത ചാളക്കറിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത്രയും ചാളയാണ്. മത്തി എന്നും പറയും, ഞങ്ങളിവിടെ ചാള എന്നാണ് പറയുന്നത്. ചാള നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ ചാളയാണ്. ഈ രീതിയിലാണ് ഞാൻ ചാള നന്നാക്കി എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് മുരിങ്ങക്കായ നന്നായി തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ച കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ മുരിങ്ങക്കായ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്തിയത്, വെളിച്ചെണ്ണ, ഉപ്പ്, കറിവേപ്പില, ചെറിയുള്ളി, തൊലി കളഞ്ഞ് നന്നാക്കി വെച്ചേക്കണ ചെറിയുള്ളിയാണ്. ഇത്രയും പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ചാളക്കറി തയ്യാറാക്കാം. ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കറിക്ക് സ്വാദ് കൂടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിന് ശേഷം ഓരോ കൂട്ടുകളായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി. ഞാൻ ഈ കറിക്ക് ഞാൻ എടുത്തിട്ടുള്ള മീൻ ആവശ്യത്തിനുള്ള കൂട്ടുകളാണ് ഇവിടെ ചേർക്കണത്. നിങ്ങൾ കറി കൂടുതൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കൂട്ടുകൾ കൂടുതൽ ചേർത്താൽ കറി കൂടുതൽ ഉണ്ടാകും. എനിക്ക് ഒരളവിൽ ഞാൻ തയ്യാറാക്കുന്നതാണ്. നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരളവിൽ ചെയ്ത് കാണിക്കണത്. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി എടുത്തതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പും പൊടി പാകത്തിന്. ഇനി ചേർക്കേണ്ടത് പച്ചമുളകും ഇഞ്ചിയും ചുവന്നുള്ളിയും ഇതുപോലൊരു കല്ലിൽ ചതച്ചതാണ്. ഇതുപോലെ ചതച്ചിട്ട് വേണം ഇതിൽ ചേർക്കാനായിട്ട്. മിക്സിയിൽ അരയ്ക്കരുത്, ഇങ്ങനെ കല്ലിൽ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക്, ഇഞ്ചിയും ചുമന്നുള്ളി ഇങ്ങനെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കല്ലിൽ ചതച്ച് ഇട്ട് കൊടുത്തേക്കണത്. ഇനി ചേർക്കേണ്ടത് കുടംപുളി ഇതുപോലെ കനം കുറഞ്ഞ് മുറിച്ച കുടപ്പുളിയാണ്. ഇത് വെള്ളമടക്കം പാകത്തിന് പുളി നോക്കിയിട്ട് വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ തയ്യാറാക്കുമ്പോൾ. അപ്പം ഞാൻ ഈ പാകത്തിനുള്ള ഈ മീനിലേക്ക് വേണ്ട അളവിൽ തന്നെയാണ് കുടംപുളി എടുത്തിട്ടുള്ളത്. ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് വെള്ളമാണ്. വെള്ളം ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം വീണ്ടും വെള്ളം ചേർത്തിട്ട് വേണം കഷ്ണങ്ങൾ ചേർത്ത് വേവിക്കാൻ വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. വെള്ളം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായി കൂട്ടുകളൊന്ന് ഇട്ട് ഒന്ന് നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ നമ്മൾ നാളികേരം ചേർക്കാത്തത് കൊണ്ട് വെള്ളം ഒഴിച്ചിട്ടാണ് തയ്യാറാക്കാൻ പോകണം. അപ്പോൾ നന്നായിട്ട് എല്ലാതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണം
മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഓരോ ചാള ചേർത്ത് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി കൈകൊണ്ട് ഇളക്കി പാകത്തിന് വെള്ളം കുറവുണ്ടെങ്കിൽ ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. കറി അടപ്പത്ത് വെച്ചിട്ടുണ്ട് വേവാനായിട്ട്. ഞാനിത് കൈകൊണ്ട് ചെയ്തത് നന്നായി കൂട്ടുകളൊക്കെ മിക്സ് ചെയ്ത് വരാനായിട്ടാണ്. മിക്സായി വരണമെങ്കിൽ നമ്മൾ ഈ കൈകൊണ്ട് തന്നെ ചെയ്താലേ ഇതിൻ്റെ സ്വാദ് കറിക്ക് കിട്ടുള്ളൂ. ഞങ്ങളങ്ങനെയാണ് തയ്യാറാക്കാറ്. അതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. കയ്യിൽ കൊണ്ട് നമ്മൾ ഇളക്കി കാണിച്ച് കഴിഞ്ഞാൽ ആ കറിയുടെ സ്വാദ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് തയ്യാറാക്കിയത് ഇങ്ങനെ. കറി നന്നായി തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. പതുക്കനെ കയ്യിലോണ്ട് ഇനി ഇളക്കി കൊടുക്കാം. നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ വേണം. വെന്തുടച്ച് കളയരുത് മുരിങ്ങക്കായ. നമുക്കിത് വെന്ത് രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കണ്ടില്ലേ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കറി കാച്ചി ഒഴിക്കാം. നല്ല ഒരു മണവും ഒക്കെ കറിയുടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ കട്ടിയിൽ ആയിട്ടുണ്ട്. മുളക് ചാറായിക്കൊണ്ട് നമുക്ക് ഇതിനി ചട്ടിയിലിരുന്ന് കുറുകി സെറ്റായിക്കോളും. ഇനി കറി ഓഫ് ചെയ്ത് ഉള്ളി കാച്ചി ഒഴിക്കാം. തീ ഓഫ് ചെയ്യാം. സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി വെച്ച് കറി കാച്ചാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് പാകത്തിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞ് വെച്ച ചുവന്നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയുടെ പത വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. തീ കുറച്ച് ഉള്ളി ഇളക്കി കൊടുക്കാം. പിന്നെ പെട്ടെന്ന് ഉള്ളി കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇനി തീ കുറച്ചിട്ടിട്ട് വേണം ഉള്ളി കാച്ചാനായിട്ട്. ഈ ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ചുവന്നുള്ളി നന്നായിട്ട് മുരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കളറിൽ ആയി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം ഇത് രണ്ടും ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ വേപ്പില കരിയാനും മുളക് പൊടി കരിഞ്ഞും പോവും. അതുകൊണ്ട് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. വെളിച്ചെണ്ണ കുറച്ച് ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില കരിഞ്ഞു പോവാതിരിക്കാനാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. ഇനി
ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി. ഇത് കറിക്ക് കളറ് കിട്ടാനായിട്ടാണ്, നല്ലൊരു കളറ് കിട്ടാനായിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി മാത്രം ഇട്ടാൽ മതി. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മുരിങ്ങക്കായ ഇട്ട ചാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം. സ്വാദുള്ളൊരു ചാളക്കറിയാണ് ഞാൻ തയ്യാറാക്കിയേക്കുന്നത്. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണ കറിയാണ്. എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കണം. ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്താം.